നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ത്യൻ ഓഹരി വിപണി വളരെ പ്രധാനപ്പെട്ട ഒരു നിലയിലാണ് ഈ വാരവും നിൽക്കുന്നത്. 5300 മുകളിൽ നിഫ്റ്റി തുടരുന്നു. കഴിഞ്ഞ കുറേ ദിവസമായി വിപണിയിൽ ശ്രദ്ധേയമായ ഈ നേട്ടം നിലനിർത്തുവാൻ വിപണിക്ക് കഴിയുന്നത് നമ്മൾ കണ്ടു. 5300 മുകളിൽ ഒരു കൺസോളിഡേഷൻ ഫേസിലേക്ക് വിപണി പോവുകയാണോ എന്ന സംശയം തോന്നുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വ്യാപാരം. ഏറെക്കുറെ ഫ്ലാറ്റ് ട്രേഡിംഗ് ആയിരുന്നു പല ദിവസങ്ങളിലും ക്ലോസിംഗ് വേളയിൽ നമ്മൾ കാണുന്നത്. 5316 വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് ഉണ്ടായത്. സെൻസെക്സ് 17521 ക്ലോസ് ചെയ്തു. വരുന്നയാഴ്ച നിരവധി ഘടകങ്ങൾ വിപണിയെ സ്വാധീനിക്കാനുണ്ട്. ഒപ്പം തന്നെ നിക്ഷേപകർ ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്ന് തുടങ്ങി നിരവധി കത്തുകൾ ഈ ലക്കവും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഹെഡ് എക്സിക്യൂട്ടീവ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിൽ പങ്കുചേരുന്നത്. ഭുവനേന്ദ്രൻ, 5300 മുകളിൽ നിഫ്റ്റിയുടെ ക്ലോസിംഗ് തുടരുന്നു. ഇതൊരു മാർക്കറ്റ് ഇവിടെ ഒരു കൺസോളിഡേറ്റ് ചെയ്യുകയാണ് എന്ന് വിചാരിക്കാവുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? ഇപ്പോഴും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് ഇപ്പോഴും സ്ട്രെങ്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ആഴ്ച കാര്യമായ മൂവ്മെൻറ്റ് മാർക്കറ്റിലുണ്ടായാലും ഒരു നാരോ റേഞ്ച് മൂവ്മെൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു പ്രധാന റീസൺ ഗ്ലോബലി അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കലി തന്നെ മാർക്കറ്റിനെ എൻകറേജ് ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതാണ് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മൂവ് ചെയ്യാനുള്ളൊരു പ്രധാന കാരണം. അതുകൂടാതെ നമ്മൾക്കറിയാം 4800 നിന്നും ഷോർട്ട് പീരീഡിൽ മാർക്കറ്റ് ഒരു ഷാർപ്പ് പുൾ ബാക്ക് ഉണ്ടായി. ആ പുൾ ബാക്കിൻ്റെ ഒരു കൺസോൾട്ടേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 5300 എന്ന് പറയുന്ന ലെവലിൽ മുകളിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത്. പോസിറ്റീവ് ക്ലോസിംഗ് തന്നെയാണ്. ഫർദർ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നിശ്ചയിക്കുന്നത് നെക്സ്റ്റ് വീക്ക് 12 വരാനിരിക്കുന്ന ഇൻഫോസിസിൻ്റെ റിസൾട്ടാണ്. അതുപോലെ തന്നെ മൺസൂണിനെ കുറിച്ചുള്ള ഫോർകാസ്റ്റ്. എന്തായാലും കേരളത്തിൽ മൺസൂൺ വളരെ മോശമാണ് എങ്കിലും മൺസൂണിനെ കുറിച്ചുള്ള ഫോർകാസ്റ്റ് തന്നെയായിരിക്കാം ഫർദർ മേജർ ന്യൂസ് മാർക്കറ്റ് ഏത് ലെവലിലേക്ക് മൂവ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. മൂന്നാമതായി പ്രധാനമായിട്ടും ഫിനാൻസ് മിനിസ്റ്റർ മൻമോഹൻ സിംഗ് ഇപ്പോഴത്തെ എക്കണോമിക് ക്രൈസിസ് എന്ന് പറയുന്നത് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂടി നിൽക്കുന്നു, ഇൻഫ്ലേഷൻ കൂടുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതാണ് മേജർ ക്രൈസിസ് എന്ന് പറയുന്നത്. അത് ഓവർകം ചെയ്യാനും ഇന്ത്യൻ ഇക്കോണമിയെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് പ്രൈം മിനിസ്റ്റർ പ്രഖ്യാപിക്കും എന്ന് വിചാരിക്കുന്ന പോളിസികളായിരിക്കാം മാർക്കറ്റ് ഏത് ലെവലിലേക്ക് മൂവ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. കൂടുതൽ ഫോറിൻ ഫണ്ട് FISനെ ഇന്ത്യയിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് മൻമോഹൻ സിംഗിൻ്റെ ഭാഗത്തു നിന്നും മാർക്കറ്റ് വളരെ പോസിറ്റീവായ ചില അനൗൺസ്മെൻറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഫർദർ മാർക്കറ്റ് ഏത് ലെവലിലേക്ക് മൂവ് ചെയ്യണമെന്ന് തീർച്ചയായിട്ടും തീരുമാനിക്കുക. നെക്സ്റ്റ് വീക്ക് മൺഡേ യൂറോ ഗ്രൂപ്പ് മീറ്റിംഗ് ഉണ്ട്, യൂറോപ്യൻ ലീഡേഴ്സിൻ്റെ മീറ്റിംഗ്. അതിൽ നിന്ന് വരുന്ന ഔട്ട്കം തീർച്ചയായിട്ടും മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ദെൻ 12 ഞാൻ പറഞ്ഞല്ലോ IIP ഡാറ്റ, അതുപോലെ തന്നെ ഇൻഫോസിസിൻ്റെ റിസൾട്ട്. നെക്സ്റ്റ് വീക്ക് 12 വരുന്ന IIP ഡാറ്റ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ തന്നെ ഇൻഫോസിസിൻ്റെ റിസൾട്ട്. ഇത് രണ്ടും മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതും മാർക്കറ്റ് ഫർദർ ഏത് ലെവലിലേക്ക് മൂവ് ചെയ്യണമെന്ന് തീരുമാനിക്കും. ദെൻ 13 ചൈനയുടെ GDP പുറത്തു വരുന്നു. ഇതും മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം GDP മോശമാവുകയാണെങ്കിൽ ഒരു സ്റ്റിമുലസ് വരാനുള്ളൊരു സാധ്യത. അതുകൊണ്ട് മാർക്കറ്റ് അത്രത്തോളം നെഗറ്റീവ്സ് ചൈനയുടെ GDP മാർക്കറ്റിനെ അത്രത്തോളം നെഗറ്റീവായി എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയില്ല. GDP ബെറ്റർ ആകുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റിലെല്ലാം തന്നെ ഒരു ഉണർവുണ്ടാകാം. അതേസമയത്ത് GDP മോശമാകുകയാണെങ്കിൽ ഒരു സ്റ്റിമുലസ് വരാനുള്ള സാധ്യത. ഇത് രണ്ടും മാർക്കറ്റിൽ പോസിറ്റീവാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഈ ഒരു ന്യൂസ് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യും. ദെൻ അതിനുശേഷം ഫർദർ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നിശ്ചയിക്കുന്ന റിസൾട്ടുകളും അതുപോലെ തന്നെ മൻമോഹൻ സിംഗ് പ്രഖ്യാപിക്കാനിരിക്കുന്ന പോളിസികളൊക്കെ തന്നെയായിരിക്കാം. അതുപോലെ മൺസൂണിനെ കുറിച്ചുള്ള ഫോർകാസ്റ്റ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ എല്ലാം തന്നെ വളരെ ശക്തമായി സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിക്കാൻ പാടുള്ളൂ. കാരണം 5300 മുകളിലാണ് മാർക്കറ്റ് ഇപ്പോൾ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ഫർദർ അപ്സൈഡിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഈ ന്യൂസുകളെല്ലാം തന്നെ ഫേവറബിൾ ആണെങ്കിൽ മാത്രമേ വീണ്ടും ഒരു ഹയർ ലെവലിലേക്ക് മാർക്കറ്റ് നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ടെക്നിക്കലി മാർക്കറ്റ് ഇപ്പോഴെങ്ങനെയാണ്? 5300 നമുക്കറിയാം, 4800 5100 ലെവലിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ചെയ്തവരൊക്കെ ഒരുപക്ഷെ വലിയ തോതിൽ പ്രോഫിറ്റ് നിൽക്കുന്ന സമയമാണ്. അവരിത് ഹോൾഡ് ചെയ്യണമോ അതോ പ്രോഫിറ്റ് എടുത്ത് മാറണമോ എന്നൊരു പ്രധാന ചോദ്യം ഉയരുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ടെക്നിക്കലി മാർക്കറ്റിനെ എങ്ങനെ കാണുന്നു? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാർക്കറ്റിന് ഇപ്പോഴും ഒരു സ്ട്രെങ്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെക്നിക്കലി മാർക്കറ്റിനെ റീഡ് ചെയ്യുകയാണെങ്കിൽ 5300 മുകളിൽ മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ലാസ്റ്റ് വീക്ക് 5300 മുകളിൽ ഫ്രൈഡേ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ലഭിച്ചു. എന്നാലും മാർക്കറ്റിൽ ഒരു കറക്ഷൻ കൂടി വരാനുള്ള ഒരു സാധ്യത, അതൊരു മൈനർ കറക്ഷൻ ആയിരിക്കാം. ഒരു മേജർ കറക്ഷനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ മാർക്കറ്റിലെ സ്ട്രെങ്ത് വളരെ നല്ല സ്ട്രെങ്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 5320 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു സാഹചര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോസിറ്റീവ് ന്യൂസുകൾ വരികയാണെങ്കിൽ 5430 എന്ന് പറയുന്ന നെക്സ്റ്റ് ലെവൽ. ദെൻ ഫൈനലി 5480 എന്ന് പറയുന്ന ഒരു സെക്കൻഡ് റെസിസ്റ്റൻസ് ലെവലാണ്. ഇപ്പോഴത്തെ നിലയിൽ മാർക്കറ്റ് ഒരു പോസിറ്റീവ് സോണിലാണ് മൂവ് ചെയ്യുന്നത്. മൺഡേ ചിലപ്പോൾ മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കാം. എന്നാൽ ചെറിയ കറക്ഷൻസൊക്കെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് കാണുന്നതായിരിക്കും നല്ലത്.
അതുപോലെ പ്രധാനമായിട്ടും മാർക്കറ്റ് ഏത് ലെവലിലേക്ക് മൂവ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂസുകൾ തന്നെയായിരിക്കാം. ടെക്നിക്കലി ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 5150 ആണ്. 150 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 5000 to 5050 എന്ന് പറയുന്ന രണ്ട് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നു. മാർക്കറ്റ് 5320 ബ്രേക്ക് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു ലോങ് പൊസിഷൻ അഡ്വൈസബിൾ ആണ്. 5430 ആൻഡ് 5480 എന്ന് പറയുന്ന രണ്ട് റെസിസ്റ്റൻസ് ലെവലാണ്. അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവലായിട്ട് കാണുന്നത് തന്നെയായിരിക്കും. അല്ല, ഫൈനൽ 5500 ബിലോ അടുത്ത് വരുന്നതോറും മാർക്കറ്റ് കുറച്ച് എക്സ്പെൻസീവ് ആവും. ആ ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യണമെങ്കിൽ മൻമോഹൻ സിംഗ് അനൗൺസ് ചെയ്യുന്ന പോളിസി, ഇൻഫോസിസ് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു, അതുപോലെ തന്നെ മൺസൂണിനെ കുറിച്ചുള്ള ന്യൂസുകളായിരിക്കാം ഫർദർ മാർക്കറ്റ് ഏത് ലെവലിലേക്ക് മൂവ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് വീക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് യൂറോപ്പിൽ നിന്ന് വരുന്ന ന്യൂസുകൾ, അതുപോലെ IIP ഡാറ്റ, ദെൻ ഇൻഫോസിസിൻ്റെ റിസൾട്ട്, ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും നെക്സ്റ്റ് വീക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ചൈനയുടെ GDP, ഇതൊക്കെയാണ് മാർക്കറ്റ് ഏത് ലെവലിലേക്ക് മൂവ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. FIയുടെ ആക്ടിവിറ്റീസ് ഈ വാരത്തിൽ വിപണിയിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ FIs ഈ 5300 ലെവലിലേക്ക് മാർക്കറ്റിനെ കൊണ്ടുപോയത് FIs തന്നെയാണ്. കാരണം കണ്ടിന്യൂസ് FIs ബൈയിങ് സൈഡിലായിരുന്നു, അതേപോലെ തന്നെ കണ്ടിന്യൂസ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സൈഡിലായിരുന്നു. അപ്പോൾ 5 ദിവസവും FIs ബൈയിങ് നടത്തി 2400 crore ബൈയിങ് നടത്തിയപ്പോൾ 1800 crore ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സൈഡിലാണ്. മൺഡേ ട്യൂസ്ഡേ 2 ദിവസവും FIs 580 crore 591 crore ബൈയിങ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ 430 crore 2 ദിവസവും സെല്ലിംഗ് സൈഡിലായിരുന്നു. ഈവൻ ഫ്രൈഡേ മാർക്കറ്റിൽ FIs വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ബൈയിങ് നടത്തി, അതേസമയത്തും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ലിംഗ് സൈഡിലായിരുന്നു. നമ്മൾക്കറിയാം പലപ്പോഴും മാർക്കറ്റിനെ ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യിക്കുന്ന FIs ആണ്. ആ ലോവർ ലെവൽ മാർക്കറ്റിന് ഒരു ഫോളിൽ നിന്ന് രക്ഷിക്കുന്ന FIസിൻ്റെ സെല്ലിംഗ് വരുമ്പോൾ പലപ്പോഴും മാർക്കറ്റിന് ഒരു ക്രാഷിൽ നിന്ന് രക്ഷിക്കുന്ന പലപ്പോഴും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ മാർക്കറ്റ് ഹയർ ലെവലിലേക്ക് വരുന്തോറും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രോഫിറ്റ് ബുക്കിങ്ങിൽ വരികയാണ്. അപ്പോൾ എല്ലാ ഇക്കണോമിക് സിറ്റുവേഷനും പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ, വീണ്ടും രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനും മാർക്കറ്റിൽ ഒരു ബൈയിങ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് വീണ്ടും ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ FIs വളരെ അഗ്രസീവായിട്ടുള്ള ബൈയിങ് നടത്തുന്നു, അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നു. പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റ് 4800 അല്ലെങ്കിൽ മാർക്കറ്റിൽ വളരെയധികം ഫോൾ സംഭവിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ റീസെൻ്റായിട്ട് കണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് മാർക്കറ്റിൻ്റെ വലിയൊരു ഫോളിൽ നിന്നും രക്ഷിക്കുന്നത്. മാർക്കറ്റ് വാച്ചിൽ ഇനിയൊരു ചെറിയ ഇടവേള. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. കത്തുകളിലേക്ക് കടക്കാം. ഈ വാരവും നിരവധി കത്തുകൾ ലഭിച്ചിട്ടുണ്ട്. ആദ്യം ശ്രീകുമാറിൻ്റെ ഇമെയിലാണ്. കാനറ ബാങ്ക്, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് ഇൻഡസിൻ ബാങ്ക്, ഈ 3 സ്റ്റോക്കുകളെ കുറിച്ചാണ് അദ്ദേഹം ചോദിക്കുന്നത്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് ഈ സ്റ്റോക്കുകൾ അനുയോജ്യമാണോ എന്നാണ് ശ്രീകുമാറിന് പ്രധാനമായും അറിയേണ്ടത്. ഈ സ്റ്റോക്ക് 3 സ്റ്റോക്കും കാനറ ബാങ്ക്, ചമ്പൽ ഫെർട്ടിലൈസർ ആൻഡ് ഇൻഡസിൻ ബാങ്ക് ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്കാണ്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് റേറ്റാണ്, വാല്യുവേഷൻ ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഒരു ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ഇപ്പോഴത്തെ രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. അതേസമയത്ത് ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ 3 സ്റ്റോക്കുകളും ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. ഇതിൽ കാനറ ബാങ്ക് നമ്മൾക്കറിയാം 350 360 ലെവലിലൊക്കെ തന്നെ മാർക്കറ്റ് വാച്ച് തന്നെ കണ്ടിന്യൂസ് റെക്കമെൻഡേഷൻസ് കൊടുത്തിരുന്നതാണ്. ഇപ്പോൾ 425 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. വാല്യുവേഷൻ ഹയർ ലെവലാണോ എന്ന് ചോദിച്ചാൽ അത്രത്തോളം ഒരു ഹയർ ലെവലിലല്ല. പക്ഷേ ഒരു ഷാർപ്പ് പുൾ ബാക്ക് ഈ സ്റ്റോക്കിൽ ഉണ്ടായതുകൊണ്ട് ഒരു കോഷ്യസ് അപ്രോച്ച് ആയിരിക്കാം ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം നല്ലത്. അതല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരികയാണെങ്കിൽ ഒരു മേജർ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 390 ആൻഡ് 365 ആണ്. ഒരു ഷോർട്ട് ടൈം ടെക്നിക്കൽ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരികയാണെങ്കിൽ 416 ലെവൽ ഒരു മൈനർ സപ്പോർട്ട് സോണാണ്. അപ്പോൾ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് 416 ലെവൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഒരു ട്രേഡിങ്ങിന് വേണ്ടി പരിഗണിക്കാം. 434 ബ്രേക്ക് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ 450 460 ലെവലിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതേസമയം മാർക്കറ്റിൽ ശ്രദ്ധിക്കുക, ഒരു കറക്ഷൻ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ള സ്ട്രാറ്റജി ആയിരിക്കും പലപ്പോഴും നല്ലത്. അതുപോലെ ചമ്പൽ ഫെർട്ടിലൈസർ പ്രധാനമായിട്ടും മൺസൂണിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് നിശ്ചയിക്കുക. ഇപ്പോൾ 80 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ബൈയിങ് റേഞ്ച് എന്ന് പറയുന്നത് 76 ആൻഡ് 70. മാർക്കറ്റിൽ ഒരു ഷാർപ്പ് കറക്ഷൻ വരികയാണെങ്കിൽ സ്റ്റോക്ക് വീണ്ടും 76 ആൻഡ് 70 ലെവലിലേക്ക് വരാം. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. 90 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഇൻഡസിൻ ബാങ്ക് ആണ്. ഇൻഡസിൻ ബാങ്കും പലപ്പോഴും 250 240 ലെവലിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ബൈ റെക്കമെൻഡേഷൻസ് ഇൻഡസിൻ ബാങ്ക് മാർക്കറ്റ് വാച്ച് കൊടുത്തതാണ്. ഇപ്പോൾ 340 ലെവലിലാണ്. ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിക്കുമ്പോൾ പലപ്പോഴും മാർക്കറ്റ് വാച്ച് റെക്കമെൻഡ് ചെയ്ത ബാങ്കിങ് സ്റ്റോക്കുകൾ തന്നെയാണ്. ഈ സ്റ്റോക്കുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ പെർഫോം ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ നിലയിൽ ഒരു ഷോർട്ട് ടൈം ഗെയിനിന് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ബൈ അഡ്വൈസബിൾ അല്ല.
ഇൻഡസ്ഇൻഡ് ബാങ്കിൽ. മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. 315 ആൻഡ് 294 ഇതാണ് അടുത്തൊരു മേജർ 2 സപ്പോർട്ട് ലെവൽ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ. ഫണ്ടമെൻ്റലി ഈ സ്റ്റോക്ക് വളരെ ശക്തം തന്നെയാണ്, വളരെ നല്ല റിസൾട്ട് അനൗൺസ് ചെയ്തിരുന്നു. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വീണ്ടും ഹയർ ലെവലിലേക്ക് പോകാനുള്ള സ്ട്രെങ്ത് ഈ സ്റ്റോക്കിലുണ്ട്. 370 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. 370 ലെവൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ലെവൽ തന്നെയാണ്. കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന നിക്ഷേപകർക്ക് ഈ ഒരു ലെവൽ ഒരു സെല്ലിംഗ് അഡ്വൈസബിൾ ആണ്. അടുത്ത ഇമെയിലിലേക്ക് കിടക്കുന്നത് ശ്രീ അജീഷിൻ്റെതാണ്. അദ്ദേഹം ധനലക്ഷ്മി ബാങ്കിൻ്റെ ജീവനക്കാരനാണ്. ധനലക്ഷ്മി ബാങ്കിൻ്റെ സ്റ്റോക്കിനെ കുറിച്ചാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. ഇതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് അനുയോജ്യമാണോ? ഈ സ്റ്റോക്കിൻ്റെ സാധ്യതകളെക്കുറിച്ച് അദ്ദേഹം ചോദിക്കുന്നു. ബാങ്കിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടായ സമയം കൂടിയാണ് അത്. എനിക്ക് തോന്നുന്നു ഒരിക്കലും ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു ബിസിനസ് മോഡലാണ് ധനലക്ഷ്മി ബാങ്കിൻ്റെ. അതുകൊണ്ട് തന്നെ ധനലക്ഷ്മി ബാങ്കിൽ നിന്നും തൽക്കാലം മാറി നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഒരിക്കലും മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി ഇല്ല. അതുപോലെ ബിസിനസ് മോഡൽ പല ബാങ്കുകളും വളരെ നന്നായി പെർഫോം ചെയ്യുമ്പോഴാണ് ധനലക്ഷ്മി ബാങ്ക് വീണ്ടും ലോസ് പോസ്റ്റ് ചെയ്തു പോകുന്നത്. അതുകൊണ്ട് തൽക്കാലം എല്ലാ ഇൻവെസ്റ്റേഴ്സും ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ഈവൻ റിസ്ക് എടുക്കാവുന്ന നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വാല്യുവേഷൻ ലോവർ ലെവലല്ലേ എന്നുള്ളൊരു കൺസിഡറേഷൻ വന്നാൽ പോലും എനിക്ക് തോന്നുന്നില്ല അതൊരു അഡ്വൈസബിൾ ആണ് എന്ന് തോന്നുന്നില്ല. തൽക്കാലം എല്ലാ ഇൻവെസ്റ്റേഴ്സും ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ ഏതെങ്കിലും പോസിറ്റീവ് ന്യൂസുകൾ വരികയാണെങ്കിൽ ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യാം. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ ആ രീതിയിലുള്ള റിസ്ക് എടുക്കേണ്ട സമയമല്ല ഇത്, പ്രത്യേകിച്ചും ധനലക്ഷ്മി ബാങ്കിൽ. അപ്പോൾ തൽക്കാലം ഈ സ്റ്റോക്കിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ധനലക്ഷ്മി ബാങ്ക് 62 റേഞ്ചിലാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് നിൽക്കുന്നത്. എങ്ങനെയാണ് ടെക്നിക്കൽ ചാർട്ട് കാണുന്നത്? ഓക്കെ, ടെക്നിക്കലി 56 ആൻഡ് 48 ഇതൊരു ടെക്നിക്കൽ മൂവ്മെൻറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഇപ്പോഴത്തെ രീതിയിൽ 56 ആൻഡ് 48 2 സപ്പോർട്ട് ലെവലാണ്. 70 ആണ് സ്റ്റോക്കിൽ. ഒരു പുൾ ബാക്ക് വരികയാണെങ്കിൽ 70 ലെവൽ ഒരു എക്സിറ്റ് പോയിൻ്റ് ആയിട്ട് കാണുന്നതായിരിക്കും നല്ലത്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ഇപ്പോഴത്തെ നിലയിൽ അഡ്വൈസബിൾ അല്ല. അടുത്ത ഇമെയിലിലേക്ക് പോകുന്നു. മാൽദീവ്സിൽ നിന്നും സൂര്യകുമാറിൻ്റെ മെയിലാണ്. അദ്ദേഹം മാർക്കറ്റ് വാച്ചിൻ്റെ പ്രേക്ഷകനാണ്. നിർദ്ദേശപ്രകാരം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ആൻഡ് പുഞ്ച് ഈ 3 സ്റ്റോക്കുകൾ വാങ്ങി അദ്ദേഹം ഇപ്പോൾ പ്രോഫിറ്റിലാണ്. ഏത് ലെവലിലാണ് ഈ സ്റ്റോക്കിൽ നിന്നും എക്സിറ്റ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഒപ്പം തന്നെ ഒറീസ മിനറൽസ് ഈ സ്റ്റോക്കിൽ വലിയ കുതിപ്പ് കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടാകുന്നുണ്ട്. ഇത് വാങ്ങാൻ സാധിക്കുന്ന നല്ല സ്റ്റോക്കാണോ എന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. ഇതിൽ ഒറീസ മിനറൽസ് ആണ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് അയൺ ഓർ മൈനിങ് കമ്പനിയാണ്. ലിക്വിഡിറ്റി വളരെയധികം കുറവാണ് ഈ സ്റ്റോക്കിൽ. അതുപോലെ തന്നെ സ്പ്രെഡ് വളരെ കൂടുതലാണ്. ഷാർപ്പായിട്ടുള്ള ഓപ്പറേറ്റർ സ്ക്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് ഉണ്ടായി. അത്രത്തോളം പോസിറ്റീവ് ന്യൂസുകളൊന്നും തന്നെയില്ല. വാല്യുവേഷൻ കുറച്ചൊരു ഹയർ ലെവലിലാണ്. അടുത്തൊരു കറക്ഷൻ വരികയാണെങ്കിൽ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. കാരണം ലിക്വിഡിറ്റി വളരെയധികം കുറവാണ്. 32,000 ആണ് അടുത്തൊരു സപ്പോർട്ട് ലെവൽ. ദെൻ 30,000 ഈ 2 ലെവലാണ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്നത്. 39,000 ആണ് വാല്യുവേഷൻ, വളരെയധികം ഹയർ ലെവലാണ്. 39,000 ആണ് ഈ സ്റ്റോക്കിൽ വളരെ ഒരു പുൾ ബാക്ക് അടുത്ത ദിവസങ്ങളിൽ വരികയാണെങ്കിൽ 28,000 നിന്നും 33,000 മൂവ് ചെയ്തിരിക്കുന്നത്. അടുത്തൊരു ഫർദർ മൂവ്മെൻറ്റ് വരികയാണെങ്കിൽ 39,000 വരെ മൂവ് ചെയ്യാം. ഇപ്പോഴത്തെ രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. 30,000 ലെവൽ ഒരു ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു ബൈ അഡ്വൈസബിൾ ആണ്. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പോർട്ട്ഫോളിയോയിലുള്ളത്. ഇതിനകത്ത് 2138 ആണ് മേജർ ഒരു സപ്പോർട്ട് ലെവൽ ടെക്നിക്കലി. ദെൻ അത് ബ്രേക്ക് ആണെങ്കിൽ 2059. അപ്പോൾ ഈ ലിക്വിഡിറ്റി ക്രൈസിസ് വരികയാണെങ്കിൽ വീണ്ടും ഒരു CRR കട്ടിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ CRR കട്ട് വരികയാണെങ്കിൽ ബാങ്കിങ് സ്റ്റോക്കുകൾ കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യാം. RBI ഏത് ഭാഗത്തും ഒരു അനൗൺസ്മെൻറ്റിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബാങ്കിങ് സ്റ്റോക്കുകളിൽ ഒരു കോഷ്യസ് അപ്രോച്ച് തന്നെയായിരിക്കും നല്ലത്. 2316 ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ICICI ബാങ്കാണ്. വളരെ ഷാർപ്പായിട്ടുള്ളൊരു പുൾ ബാക്ക് ICICI ബാങ്കിലുണ്ടായി. 935 ലെവലിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ബൈ അഡ്വൈസബിൾ അല്ല. അടുത്തൊരു കറക്ഷൻ വരികയാണെങ്കിൽ 893 ലെവൽ വരികയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു ഇമ്മീഡിയറ്റ് കറക്ഷൻ വന്ന് 893 ഫസ്റ്റ് സപ്പോർട്ട് ലെവലാണ്. ആ ഒരു ലെവലിൽ നിന്ന് വീണ്ടും പുൾ ബാക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. 862 ആണ് സെക്കൻഡ് സപ്പോർട്ട് ലെവൽ. ആ ഒരു ലെവലിലേക്ക് അഗൈൻ ICICI ബാങ്ക് വരണമെങ്കിൽ മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. 960 ആണ് ഇമ്മീഡിയറ്റ് ഈ സ്റ്റോക്കിൻ്റെ റെസിസ്റ്റൻസ്. ഈ 960 ലെവൽ വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്യണം. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ 1000 ബ്രേക്ക് ചെയ്ത് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അടുത്തത് പുഞ്ചിലോയിഡാണ്. പുഞ്ചിലോയിഡ് ഫണ്ടമെൻ്റലി സൗണ്ട് തന്നെയാണ്. ഡെറ്റ് വളരെയധികം കൂടുതലാണ്. അതാണ് ഈ സ്റ്റോക്ക് വീണ്ടും ലോവർ ലെവലിലേക്ക് മൂവ് ചെയ്യുന്നത്. 56 ലെവലിലാണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ 50 ആൻഡ് 45 ലെവൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു എൻട്രി അഡ്വൈസബിൾ ആണ് പുഞ്ചിലോയിഡിൽ. 64 ആണ് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്കിൽ വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ICICI ബാങ്ക്, പുഞ്ചിലോയിഡ് എല്ലാം വളരെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള സ്റ്റോക്കാണ്. ഒറീസ മിനറൽസ് മൈനിങ് അത് പ്രധാനമായിട്ടും അടുത്തൊരു കറക്ഷൻ വരുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുക. ലിക്വിഡിറ്റി വളരെയധികം കുറവാണ് ഈ സ്റ്റോക്കിൽ. മാർക്കറ്റ് വാച്ചിൽ ഇനിയൊരു ചെറിയ ഇടവേള കൂടി.
മാർക്കറ്റ് വാച്ച് തുടരുന്നു. ഇമെയിലിലേക്ക് കടക്കുന്നു. അനീഷ് PFസിൻ്റെ മെയിലാണ് അടുത്തത്. അദ്ദേഹം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം തന്നെ ഗോൾഡ് ETF-ഉം ഇൻവെസ്റ്റ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. മാസം 1000 രൂപ വെച്ചുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. എത്രത്തോളം നന്നായിരിക്കും? ഒരു 5 വർഷത്തെ കാലാവധിയിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് അദ്ദേഹം ആലോചിക്കുന്നത്. ഒപ്പം അതിനായി നല്ല സ്റ്റോക്കുകൾ കൂടി സജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. പൊതുവെ വോളറ്റൈൽ മാർക്കറ്റിൽ ഏറ്റവും ബുദ്ധിപൂർവമായ നിക്ഷേപം എന്ന രീതിയിലാണ് എല്ലാവരും SIP-യെ കാണുന്നത്. നിശ്ചിത തുക പ്രതിമാസം നിക്ഷേപിക്കുന്ന പദ്ധതിയാണിത്. ഇത് എത്രത്തോളം ഈ സമയത്ത് ഗുണകരമാകും? പുതുതായിട്ട് മാർക്കറ്റിൽ വരാൻ ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ബിസിനസ് മോഡലാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ഒരു SIP. മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി വരെ ബാധിക്കില്ല. അതുപോലെ നല്ലൊരു പോർട്ട്ഫോളിയോ നമ്മൾക്ക് അടുത്തൊരു 5 ഇയർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് വളരെ നല്ല പീരീഡാണ്. മാർക്കറ്റ് ഇപ്പോൾ ഒരു ലോവർ ലെവലിലാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഇക്കണോമിക് ക്രൈസിസ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റ് വീണ്ടും ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യും. നമ്മൾ ട്രാക്ക് നോക്കുകയാണെങ്കിൽ ഒരു 20 ഇയേഴ്സിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കറക്ഷൻസ് എപ്പോഴും മാർക്കറ്റിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നും വളരെ ശക്തമായിട്ടുള്ളൊരു പുൾ ബാക്ക് മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു SIP മോഡൽ തന്നെയാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. കാരണം മാർക്കറ്റിൽ വളരെയധികം ഫ്ലക്ച്വേഷൻസ് വരുന്നതുകൊണ്ട് ഏത് ലെവലിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം എന്നുള്ളത് പലപ്പോഴും കൺഫ്യൂഷനാണ്. അതുകൊണ്ട് തന്നെ ഒരു SIP മോഡൽ തന്നെയാണ് പലപ്പോഴും നല്ലത്. ഇതിൽ ബാങ്കിങ് 4-5 സെക്ടർ ഞാൻ പരിഗണിക്കുന്നു. ആ സെക്ടറിൽ 2 സ്റ്റോക്കുകൾ, ഒന്ന് ഹയർ വാല്യൂലുള്ള സ്റ്റോക്കും ലോവർ വാല്യൂലുള്ള സ്റ്റോക്കും. ഇതിലാദ്യം ഒരു ബാങ്കിങ്ങിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പബ്ലിക് സെക്ടർ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ SIP സ്റ്റാർട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ 1000 rupees കൊണ്ട് നമുക്കിത് മേടിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം പോസിബിൾ അല്ല. ഇത് എല്ലാ നിക്ഷേപകർക്കും വേണ്ടിയുള്ളൊരു അഡ്വൈസാണ്. ദെൻ സിൻഡിക്കേറ്റ് ബാങ്കാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സിൻഡിക്കേറ്റ് ബാങ്ക്, ബാങ്കിങ് സെക്ടറിൽ ഈ 2 സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും നല്ലതാണ്. ദെൻ റിയാലിറ്റി സെക്ടറിൽ ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, DLF ഈ 2 സ്റ്റോക്കുകൾ പരിഗണിക്കാം. ദെൻ ക്യാപിറ്റൽ ഗുഡ്സിൽ L&T ആൻഡ് BHEL. L&T 1400 ലെവലിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. BHEL 230 ലെവലും ട്രേഡിംഗ് നടക്കുന്നു. ഈ 2 സ്റ്റോക്ക് അഡ്വൈസബിൾ ആണ്. ദെൻ സ്റ്റീൽ സെക്ടർ നമ്മൾ പരിഗണിക്കുമ്പോൾ ടാറ്റ സ്റ്റീൽ ആൻഡ് സെയിൽ ഒന്ന് ഒരു ഹയർ ലെവൽ മൂവ് ചെയ്യുന്നു. സെയിൽ ബിലോ 100 ലെവലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ദെൻ ഓട്ടോ സെക്ടറിൽ മാരുതി ആൻഡ് ടാറ്റ മോട്ടോഴ്സ് 2 സ്റ്റോക്കുകൾ നല്ല. മാരുതി ഫ്രൈഡേ ഒരു കറക്ഷൻ നേരിട്ടു. മാരുതി 800cc കാർ, ഡീസൽ കാർ മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നു എന്നുള്ള ന്യൂസ് ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റോക്ക് ലാസ്റ്റ് വീക്ക് കുറച്ച് ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്തിരുന്നു. എന്നാൽ ഫ്രൈഡേ ചെറിയ കറക്ഷൻ നേരിട്ടു. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ മാരുതിയിൽ ഒരു ബൈ അഡ്വൈസബിൾ ആണ്. അതുപോലെ ടാറ്റ മോട്ടോഴ്സ് നല്ല കറക്ഷൻ റീസെൻ്റായിട്ട് നേരിട്ടു. ഇപ്പോഴത്തെ രീതിയിൽ ഒരു ബൈ അഡ്വൈസബിൾ ആണ്. ദെൻ FMCGയിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ITC ഈ 2 സ്റ്റോക്കും. ITCയും ലാസ്റ്റ് വീക്ക് ഒരു കറക്ഷൻ നേരിട്ടു. അതിൻ്റെ റീസൺ ഉത്തർപ്രദേശ് ഗവൺമെൻറ് ടൊബാക്കോ പ്രൊഡക്ട്സ് ലെവി ഏർപ്പെടുത്താൻ പോകുന്നു എന്നുള്ള ന്യൂസ് ചെറിയ നെഗറ്റീവായിരുന്നു. എന്നാൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ITC സേഫ് ആയിട്ടുള്ളൊരു ബെറ്റ് തന്നെയാണ്. അതുപോലെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ. ദെൻ ഫാർമ സെക്ടർ അടുത്തൊരു പ്രോമിസിങ് സെക്ടർ തന്നെയാണ് ഫാർമ. അതിൽ ലൂപ്പിൻ ആൻഡ് സിപ്ല ഈ 2 സ്റ്റോക്കുകളും വളരെ പ്രോമിസിംഗ് ആണ്. സിപ്ലയെ സംബന്ധിച്ച് ലാസ്റ്റ് വീക്ക് വീണ്ടും ഹയർ ലെവലിലേക്ക് വന്നിരുന്നു. അതിൻ്റെ റീസൺ യൂറോപ്പ് മാർക്കറ്റിലേക്ക് ഇവരുടെ പ്രൊഡക്റ്റ് സെല്ലിങ്ങിന് ശ്രമിക്കുന്നു. അതുപോലെ യൂറോപ്പിൽ ഒരു പുതിയ ഹെഡിനെ അപ്പോയിൻറ്റ് ചെയ്തു. ഇതൊക്കെ വളരെ പോസിറ്റീവായിരുന്നു. അപ്പോൾ ഈ സ്റ്റോക്കുകൾ 6 സെക്ടർ പരിഗണിച്ച് 6 സെക്ടറിൽ ഒരു ഹയർ വാല്യൂ ഉള്ള സ്റ്റോക്കും ലോവർ വാല്യൂ ഉള്ള സ്റ്റോക്കും. ഈ സ്റ്റോക്കുകളിൽ ഒരു മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും, എനിക്ക് തോന്നുന്നു എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിൽ ചെറിയൊരു എക്സ്പോഷർ ആവശ്യമാണ്. ഇന്ത്യയിലെ തിരഞ്ഞെടുത്ത നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനുള്ള അവസരം. വാല്യുവേഷൻ ഇപ്പോൾ ലോവർ ലെവലിലാണ്. മാർക്കറ്റിൽ വീണ്ടും കറക്ഷൻ സംഭവിക്കാം ചിലപ്പോൾ. പക്ഷേ ആ ലെവലിലൊക്കെ തന്നെ ലോവർ ലെവലിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ലഭിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും പോസിറ്റീവാണ്. അടുത്തൊരു 5 ഇയർ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് വളരെ നല്ലൊരു പീരിയഡാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ. അതുകൊണ്ട് തന്നെ ഒരു SIP മോഡലായിരിക്കാം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. മാർക്കറ്റ് വാച്ചിൻ്റെ ഈ ലക്കം അവസാനിക്കുന്നു. വിപണിയെ സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ എഴുതി അറിയിക്കുക. investment@asiannews.in എന്ന ഇമെയിൽ വിലാസത്തിൽ, അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ് NH ബൈപ്പാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 25 എന്ന വിലാസത്തിൽ അയയ്ക്കുക. അപ്പോൾ അതുപോലെ ഹെഡ് എക്സിക്യൂട്ടീവ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ഭുവനേന്ദ്രനാണ് മാർക്കറ്റ് വാച്ചിലൂടെ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. മാർക്കറ്റ് വാച്ചിനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.